ഇപ്പൊ സാറിന്റെ ഓരോ ഷൂട്ടിംഗ് സെറ്റുകൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രണയ മുട്ടണിയുന്ന ഓരോ സെറ്റുകളുടെ ഇപ്പൊ ദിലീപേട്ടൻ, മഞ്ജു വാര്യർ, പാർവതി ജയറാം, ഇപ്പൊ ബിജു മേനോൻ, സംയുക്ത ചേച്ചി. അപ്പൊ അവരൊക്കെ ആദ്യം തന്നെ സാറിനോടാണോ വന്ന് പറഞ്ഞിരുന്നത്? സാർ അതിന്റെ ചെറിയൊരു സിംഹാസനമായിട്ട് നിന്നിരുന്നു? എന്നോട് അങ്ങനെ പറയാറില്ല, ഞാൻ കണ്ടുപിടിക്കാറാണ് ചെയ്യാറ്. ഞാനും നമ്മുടെ ക്യാമറാമാനും അല്ലെങ്കിൽ സെറ്റിൽ ആരെങ്കിലൊക്കെ ഇത് കണ്ടുപിടിക്കുകയും ചെയ്യാറ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മിണ്ടാതെ കൊണ്ട് നടക്കും, ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് വെച്ചാൽ. ഒരു ഘട്ടത്തി കഴിയുമ്പോഴേ നമ്മൾ ഇവരോട് ചോദിക്കും, ജയറാമിനോടൊക്കെ അങ്ങനെ ചോദിച്ചാൽ എവിടെ വരെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ചില ഇതിലാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ദിലീപും മഞ്ജും തമ്മിലായിരുന്നു. കാരണം അവര് അങ്ങനെ പ്രണയമാവുന്ന ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഇവര് തമ്മിലാണ്. പക്ഷെ സംയുക്തയും ബിജു മേനോനും തമ്മിലുള്ളത് പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് ബിജുയോട് ചോദിക്കുകയും ചെയ്തു എന്താണ് എന്ന് പറഞ്ഞിട്ട്. മധുരോമ്പരക്കാറ്റിലായിരുന്നു അത് തുടങ്ങിയത്. അതിനുശേഷമാണ് അപ്പൊ എൻ്റെ മധുരോമ്പരക്കാറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു മഴ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മേഘമൽഹാറിൽ അഭിനയിക്കാൻ വന്നു. മേഘമൽഹാറിലേക്ക് അഭിനയിക്കാൻ വന്നപ്പോഴേക്കും ഒരു നല്ല പ്രണയത്തിലായിരുന്നു. അത് ആ സിനിമയ്ക്കും ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ അന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരും പറയാറുണ്ട് ഈ ക്യാരക്ടേഴ്സ് അവരെ സ്വാധീനിക്കുന്നുണ്ടാവുമായിരിക്കും. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പ്രണയ സിനിമകൾ കൂടുതൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത്തരം കഥാപാത്രങ്ങൾ അവരുടെ ഉള്ളിലേക്കും തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. ഇതില് ഈ ചോദിച്ചപ്പം ഏറ്റവും ചമ്മിയൊരു എക്സ്പ്രഷൻ ഇട്ടതാരാണ്? ജയറാമേട്ടനാണോ ബിജു ചേട്ടനോ? കാരണം കണ്ടുപിടിച്ചിട്ടാണല്ലോ ഇവരോട് ചോദിക്കുന്നത്. ബിജു ആണ്. ജയറാമിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ജയറാം വളരെ കൂളായിട്ട്. ബിജു ആണ്. ബിജു എന്ന് വെച്ചാല് ബിജു ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്ന് വെച്ചാല് അതിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ അറിഞ്ഞു ഒരു ബസ്സിൽ പോകുന്ന ഒരു സീനുണ്ട്. അതിപ്പോൾ ബസ്സിൽ ഞങ്ങൾ ആദ്യം ക്യാമറ ബസ്സിൻ്റെ അകത്ത് വെച്ചിട്ട് കുറേ ഷോട്ട് എടുത്ത് പിന്നെ ക്യാമറ പുറത്ത് വെച്ചിട്ട് ഇവർ ലോങ് ഷോട്ടിൽ ഇവർ വരുമ്പോൾ ഉള്ളതുണ്ട്. അപ്പോൾ എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ക്യാമറാമാൻ സൂമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ബിജു മേനോനും സംയുക്ത ഒരു സീറ്റിലിരിക്കുക. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇവരിറങ്ങിയില്ല, ഇവരവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് 10 മിനിറ്റ് ആവും ഷോട്ട് റെഡി ആവാൻ. അപ്പോൾ ബിജു പറഞ്ഞില്ല കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇരിക്കണത് തന്നെ നമുക്കൊരു സംശയം, അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നത് നല്ല ചൂടുണ്ട്, റോഡിലാണ് ബസ് ഇട്ടേക്കണത്, നല്ല ചൂടുമാണ്. ബാക്കി ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ഇറങ്ങി താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ സുകുമാർ ക്യാമറ സൂം ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരത്തിൽ എന്തോ ഒരു ഇതുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഒന്ന് ക്യാമറ കൂടെ നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൂം ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ ഒരു സാധാരണ സംസാരം എല്ലാം തോന്നി. അതൊന്നും മിണ്ടില്ല, ഞങ്ങളൊന്നും മിണ്ടില്ല. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡിയായി അങ്ങനെ എടുത്ത്. ഇത് കഴിഞ്ഞ് 2 ദിവസം 3 സെറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കാറ്റടിക്കുന്ന സീനുണ്ട്. ആ സിനിമ കണ്ടിട്ട് മധുരോമ്പരക്കാരിൽ ക്ലൈമാക്സിൽ കാറ്റടിക്കുന്നുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സംയുക്തയും ബിജുവും ഒക്കെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിൻ്റെ ഇത് എടുക്കുന്ന സമയത്ത് അപ്പോൾ സംയുക്തക്ക് ഈ ഇതിൻ്റെ പ്രശ്നമുണ്ട്, ബ്രത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമുക്കറിയില്ലായിരുന്നു, സംയുക്തക്കും അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ ഈ കാറ്റടിച്ച് പൊടി ഇങ്ങനെ ഇതുണ്ടല്ലോ, എന്താ പറയുക ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോട്ടിന് പോകുമ്പോൾ സംയുക്ത അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ബിജു അവിടെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ സംയുക്തക്ക് ശ്വാസം കിട്ടണില്ല, ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ വല്ലാണ്ട് വലിക്കാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഓടിച്ചെന്നിട്ട് അപ്പോൾ അമ്മയൊന്നും അടുത്തില്ല. അപ്പോൾ ഞാൻ ആരോ ഓടിച്ചെന്നിട്ട് ഇന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ സംയുക്ത ഇങ്ങനെ ഇതാക്കണം, എല്ലാവരും കൂടി പേടിച്ചു, ഭയങ്കര ഒരു കയോ സിറ്റുവേഷനായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ഈ ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആളായിരുന്നു, എനിക്കതിന് മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഇൻഹെയിലർ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ യൂണിറ്റിലൊരു പയ്യൻ്റെ ഉണ്ടായിരുന്നു, അവന് ഉപയോഗിച്ച ഇൻഹെയിലറാണ്. പക്ഷേ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അപ്പം തന്നെ ഇൻഹെയിലർ അടിച്ചു കൊടുത്തു. അവൻ ഓടി വന്നിട്ട് സംയുക്ത ഇൻഹെയിലർ വെച്ച് അടിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ബ്രത്ത് കിട്ടി. അങ്ങനെ നേരെ പിന്നെ അങ്ങനെ കസേരക്കിട്ട് അവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അഭിനയിക്കേണ്ടെന്ന് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഓടി വന്ന് അമ്മ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഞാനും ബിജും ഞങ്ങൾ ഷോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സീൻ കഴിഞ്ഞപ്പോൾ നമ്മൾ സംയുക്ത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പാക്കപ്പ് ചെയ്തു. പിന്നെ ഷോട്ട് എടുക്കാൻ ഒന്നുമില്ല, സംയുക്ത വേണം. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി, ഞാനും ബിജും സുഖമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കാറിന് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സംയുക്തമൊന്ന് കയറി കണ്ടിട്ട് ബിജു നേരത്തെ പോയി, ബിജു ഒരു അരമണിക്കൂർ മുമ്പ് പോയി. ഞാനും സുഖമൊക്കെ നമുക്ക് സംയുക്തനൊന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് കോളിംഗ് അടിക്കുന്നു. ഒന്ന് വാതിൽ തുറക്കുന്ന ബിജു മേനോനാണ്. ബിജു ഒരു കാര്യമില്ല ചമ്പണ്ടത്, കാരണം വെച്ചാൽ ബിജു നേരത്തെ വന്നാണ്, അരമണിക്കൂർ മുമ്പ് വന്നാണ്. ബിജുവിന് സംയുക്തയെ വന്ന് കാണാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ആകെ ചമ്മി മുഖമൊക്കെ മാറി. അപ്പൊ സുഖം ചോദിച്ച് ബിജു എന്തിനാ ചമ്മണത്? അതാണ് പിടിച്ചത്, ഞങ്ങൾ അറിഞ്ഞത് ബിജുവിന് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞ് ബിജു
സുഖ പറഞ്ഞ് പേടിക്കേണ്ട, ഞങ്ങൾക്ക് ഇത് കുറേ ദിവസമായിട്ട് അറിയാം, ഇന്നല്ല ഞങ്ങൾ അറിഞ്ഞത്, കുറേ ദിവസമായിട്ട് അറിയണേ. അപ്പോൾ എന്ന് വെച്ചാൽ സംയുക്തക്ക് എന്തെങ്കിലും പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ, ഹോട്ടലിൽ വന്ന് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ബിജു ന്യായീകരിക്കാൻ നോക്കിയതിന്. എന്നെ പറഞ്ഞു ഇനി ന്യായീകരിക്കണ്ട, ഞങ്ങൾ പക്ഷെ ഞാനും സുഖവും അറിഞ്ഞിട്ടുള്ളൂ, ഇനി ആരോടും പറയാനൊന്നും പോണില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടു കിടന്നു നിങ്ങൾ കുറേ ദിവസം. പക്ഷെ ബാക്കി എല്ലാവരും കുറേശ്ശെ കണ്ടുപിടിച്ചത് കുറച്ച് ദിവസമായിട്ട്. ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാൽ ചില സ്ഥലങ്ങളിൽ നമുക്കങ്ങ് അതെ അതെ, അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് മൊബൈല് മധുരോമ്പരക്കാരുടെ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വാട്സാപ്പ് ഒന്നും ഇല്ല, വാട്സാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചാറ്റ് ചെയ്യണ പരിപാടി ഒന്നും വന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോഴും ടി വി വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് ബോറടിച്ചിരിക്കുമ്പോൾ ഇപ്പോഴും യൂട്യൂബിലായാലും സെർച്ച് ചെയ്ത് കാണുന്ന ഒരു പടങ്ങളിലോ കൂട്ടത്തിലുള്ളതാണ് സ്വപ്നക്കൂട്. ഇപ്പോഴും ഈ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ആ പടം കാണാനായിട്ട്. ആ ഒരു എന്താ ഇപ്പോഴും ആ ഒരു വൈബുണ്ട്, അത് ആ ഒരു കുറച്ച് നാൾ മുന്നേ പിടിച്ചു വെച്ചാണെന്നറിയില്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു പ്രണയം, നല്ല രസമാണ് സ്വപ്നക്കൂട് കണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ പോണ്ടിച്ചേരി ഇത്രയും ഭംഗിക്ക് ഇപ്പോഴും കുട്ടികൾ സ്റ്റോറീസ് ഒക്കെ ഇപ്പൊ റീൽസിലൊക്കെ പോണ്ടിച്ചേരി ഇടുമ്പോ സ്വപ്നക്കൂടത്തെ പാട്ടല്ലാണ്ട് ആരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇടത്തില്ല. ഇപ്പോഴും ഞാൻ പറയും എനിക്കൊന്ന് പോണ്ടിച്ചേരി പോണം, എനിക്ക് സ്വപ്നക്കൂട് കണ്ടപ്പോ തൊട്ടുള്ളതാണ് ആ പൂ കൊടുക്കുന്ന ഇതൊക്കെ. ആ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ കാരണവും പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒക്കെ മെയ്ഡ് ചെയ്യാൻ ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അത് ഞാനും ഇക്ബാൽ കുറ്റിപ്പുറം കൂടിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഗ്രാംഫോൺ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഇപ്പോഴത്തെ യൂത്തിൻ്റെ, അന്നത്തെ യൂത്തിൻ്റെ 2004 തോന്നുന്നു സ്വപ്നക്കൂട് വന്നത്. ആ സമയത്ത് അങ്ങനത്തെ യൂത്തിനെ വെച്ചിട്ട് ഒരു അപ്പോഴത്തെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ വെച്ചാൽ അന്ന് ക്യാമ്പസ് വേണ്ട, ഞാൻ നിറമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മളും നിറം ആ സമയത്ത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞിട്ടാണ് സ്വപ്നക്കൂട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പസ് വേണ്ട നമുക്ക്, പക്ഷെ എന്നാൽ അതേ ആ വൈബൊക്കെ ഉള്ള കുട്ടികൾ വേണം. വൈബ് എന്നുള്ള വാക്കൊന്നും അന്നില്ല കേട്ടോ, അതൊക്കെ ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാനും ഇക്ബാലും കൂടിയും ഇരുന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ പോണ്ടിച്ചേരി ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു കഥ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രണയകഥയായിരുന്നു, അത് വർക്കൗട്ടായില്ല. പിന്നീട് കഥയൊന്നും മുന്നോട്ട് പോയില്ല. അപ്പോൾ ഞാൻ ഇക്ബാലിനോട് പറഞ്ഞ് ഇങ്ങനെ പോണ്ടിച്ചേരി ബേസ് ചെയ്തിട്ടൊരു സംഭവം എൻ്റെ മനസ്സിൽ, നമുക്ക് പോണ്ടിച്ചേരി പിടിച്ചിട്ട് ഒരു, അപ്പം ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ആയിരിക്കും, എന്തിനായിരിക്കും ഒരു ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ടാവും, അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, മറ്റ് ക്യാമ്പസ് അല്ലല്ലോ എന്നുള്ള വെച്ചാൽ അങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തുന്നത്. ഇവർ അവിടെ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത് കഥ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം പോണ്ടിച്ചേരി പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ പോണ്ടിച്ചേരി സിനിമയിൽ കാണുന്ന അത്രയും ഭംഗിയൊന്നുമില്ല കേട്ടോ, അത്ര. പിന്നെ നമ്മളന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് ഈ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് ഈ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ബിൽഡിംഗ് ഒക്കെ. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക തമിഴ്നാടിൻ്റെ ഒരു ഇത്. അപ്പോൾ പോണ്ടിച്ചേരി പാണ്ടിച്ചേരി എന്നാണ് അവിടുത്തെ ആൾക്കാർ തന്നെ പറയണത്. ഒരു സൈഡ് പാണ്ടിച്ചേരി തന്നെയാണ്, ഇത് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. ഇല്ല. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ അതിൽ ഈ ഫ്രഞ്ച് കോളനികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിലൊരു സോങ് എടുത്തിട്ട് ഒന്നും ഉള്ളത് പോണ്ടിച്ചേരിയിലല്ലേ കേട്ടോ, സോങ് മുഴുവൻ എടുത്തേക്കണത് ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലാണ്. ഇപ്പോൾ കറുപ്പിനാട് എല്ലാം പുറത്താണ് എടുത്തേക്കണത്. അപ്പോൾ അതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ചില ഷോട്ടുകൾ പോണ്ടിച്ചേരിയുടെ ഉണ്ട്. അപ്പോൾ അതൊന്നും ജനത്തിന് മനസ്സിലായില്ല, അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അന്നത്തെ ഒരു യൂത്തിൻ്റെ തമാശ. അതിൽപ്പെട്ടതാണ് ഈ കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ക്യാരക്ടർ. പൃഥ്വിരാജിൻ്റെ ആ ക്യാരക്ടർ അതൊരു രസമുള്ളൊരു ക്യാരക്ടർ. എനിക്കും എൻ്റെ സിനിമകളിൽ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് കുഞ്ഞു. ഒരു ഇൻഹിബിഷനും ഇല്ലാണ്ട് അയാളുടെ എല്ലാം വിളിച്ചു പറയുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. മീര ജാസ്മിൻ്റെ ക്യാരക്ടറിനോടുള്ള അടുപ്പവും കാര്യങ്ങളും. പക്ഷെ ഒരു ഘട്ടത്തിൽ അയാൾ വല്ലാണ്ട് തകർന്നു വന്നിട്ടുണ്ട്, കാരണം പ്രണയം, വേറെ ആൾ കൂട്ടുകാരൻ പ്രണയിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഡയമെൻഷനുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ആ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു, കുഞ്ചാക്കോ ബോബനും എല്ലാവരും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. പിന്നെ ഭാവനയ്ക്ക് ചെറിയ റോളാണെങ്കിൽ പോലും ഭാവന പൂന്തു വിളയാടിയ ഒരു പടവും കൂടിയായിരുന്നു അത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇപ്പൊ കുറച്ചുപേരൊക്കെ റീല് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഭാവന മറ്റേ വീഴുന്ന സീനില്ലേ, ആ സെയിം സോങ്ങിന്റെ കുറെ റീൽ ട്രെൻഡേഴ്സ് ഒക്കെ ഇങ്ങനെ വീഴുന്നതും അത് ഭാവന അവിടെ അതേ മാറിയിരിക്കുന്നുണ്ട്, കടലിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ. ഇപ്പൊ എല്ലാരും റീക്രിയേഷൻ ചെയ്യുന്നുണ്ട്, പണ്ടത്തെ പടത്തിലെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതേ കോസ്റ്റ്യൂമിലേക്ക് ഇട്ട് അങ്ങനെ. ഇപ്പൊ മീര ചേച്ചിയോട് ചോദിച്ചാലും ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരു മൂവിയുടെ പ്രൊമോഷനിൽ എല്ലാരും ചോദിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ആ ഒരു കുഞ്ഞുവിനെ കമലെടുത്തി മീര ജാസ്മിൻ പൃഥ്വിരാജ് കോംബോ വരിക എന്ന്. അപ്പൊ അവര് നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ സാറിന്റെ മനസ്സിൽ ഇനി അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട്, ഇനി പൃഥ്വിരാജ് മീര ജാസ്മിനെ വെച്ച് അങ്ങനത്തെ ഒരു മൂവി? അല്ല, അന്നത്തെ ഒരു ഏജ് മാറിപ്പോയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ എന്താ പറയാ കുട്ടികളുടെ ഒരു ഏജ് അല്ലല്ലോ അവർക്ക്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ഇനി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സിനിമയുടെ രീതികളൊക്കെ മാറിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനിപ്പോൾ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ
നമ്മൾ ഇതായിട്ട് പറയല്ല, സിനിമയുടെ മാറ്റത്തിലെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റ് സിനിമകളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മലയാള സിനിമ ഇപ്പോൾ നമ്മൾ പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തമിഴിനും തെലുങ്കിനും അവരുടെ മാർക്കറ്റ് പിടിക്കാനൊക്കെ ആയിട്ട് ഹീറോസ് അതാണ് നോക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ഡയമെൻഷനുള്ള വലിയ വലിയ പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കഥകളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോകുമ്പോൾ ഈ റിലേഷൻഷിപ്പുകളുടെ കഥകൾ ഉണ്ടാകുന്നില്ല ഇപ്പം അത് നമുക്കൊന്നും ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ എനിക്ക് ഒരുപക്ഷെ യൂത്തിന് താല്പര്യമില്ല എന്നൊന്നും ഞാൻ പറയില്ല, കാരണം മനുഷ്യനെല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഇപ്പം അന്നത്തെക്കാളും നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ഒരു കാലമാണിത്. പഴയ പ്രണയം ഉണ്ടാവില്ലായിരിക്കും, പ്രണയത്തിൻ്റെ ഒരു രീതികളൊക്കെ മാറിയിട്ടുണ്ടെന്ന് മാറ്റി നിർത്തിയാൽ എല്ലാ മനുഷ്യരും ഒരേ മാതിരിയല്ലേ എല്ലാ കാലത്തും, ആ ചിന്തകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ജോണറിലെ ഉള്ള സിനിമകളാണ് കൂടുതൽ വരിക. അതാണ് ഈ മർഡറും മിസ്റ്ററി ഒക്കെ ആയിട്ടുള്ള സിനിമകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരേ തലത്തിൽ കിടന്നിട്ട് തളയ്ക്കപ്പെടുകയാണ്. നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, യാതൊരു സംശയമില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മലയാളത്തിൽ നല്ല സിനിമകളുണ്ട്. പക്ഷേ ഒരേ രീതിയിലുള്ള സിനിമകളാണ് എല്ലാം, പാറ്റേൺ ഒന്നാണല്ലോ. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു മർഡർ കിടക്കും, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവും, അതിൻ്റെ ഒരു മിസ്റ്ററി ആയിരിക്കും. ഇങ്ങനെ പോകുന്നതാണ് എല്ലാ സിനിമകളുടെയും പാറ്റേൺ. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. മുമ്പ് കുറേ കോമഡി പടങ്ങൾ വരും, അപ്പുറത്ത് കുറേ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങൾ വരും, ഇപ്പുറത്ത് ലവ് സ്ട്രോങ്. ഓരോ ഡയറക്ടർമാർക്കും ഒരു ഐഡൻറ്റിറ്റി ഉള്ള ടൈപ്പ് സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി ഉണ്ട്. ഇന്നിപ്പോഴും ഡയറക്ടേഴ്സ് എല്ലാവരും ഈ ജോണർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിൽ തളയ്ക്കപ്പെട്ടിട്ടുണ്ട്. സംയുക്തയും ബിജു മേനോനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് സിനിമാ മേഖലയിലുള്ള ഒട്ടുമിക്കവർക്കും അറിയാമായിരുന്നു. കമലിന്റെ സിനിമയായ മേഘമൽഹാറിലാണ് അവരുടെ ഈ പ്രണയം കൂടുതൽ തീവ്രതയുണ്ടായിരുന്നത്. ആ സിനിമ കണ്ടാൽ അറിയാം, ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ പ്രണയിക്കുക തന്നെയായിരുന്നു. എന്നാൽ ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും പ്രണയം ഇവർക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റിയിട്ടില്ല. കാരണം ഇവർ വിവാഹം കഴിച്ചപ്പോൾ ഇവർ പ്രണയത്തിലായിരുന്നു എന്നാണ് കമലിനൊക്കെ തോന്നിയത്. ജയറാമും പാർവതിയും പ്രണയിക്കുകയാണെന്ന് ഷൂട്ടിംഗ് സെറ്റിലെ പലർക്കും അറിയാമായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് സെറ്റിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച പലരും ഉണ്ടായിരുന്നു. ലിസി പ്രിയദർശൻ, സംയുക്ത വർമ്മ, ബിജു മേനോൻ, പാർവതി, ജയറാം, ദിലീപ്, മഞ്ജു വാര്യർ, അങ്ങനെ ഒരുപിടി ആളുകളുണ്ട്. മേഘമൽഹാറിലെ ഒരു ഷൂട്ടിനിടെ സംഭവിച്ച ചില കാര്യങ്ങളാണ് സംവിധായകൻ കമൽ പറയുന്നത്.